കിണറ്റിലിറങ്ങി ആഹ്ലാദം പങ്കിട്ട പുൽപ്പറ്റ മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഉസ്മാനാണ് ഇപ്പോൾ. നേരത്തെ കിണറ്റിലിറങ്ങിയിട്ടുണ്ടോ? നേരത്തെ കിണറ്റിൽ ഇറങ്ങിയതായിട്ട് ഇടക്കിടക്ക് ഇറങ്ങലുണ്ട്, അല്ലാതെ ആദ്യത്തിലിറങ്ങി ഇപ്പൊ ഇറങ്ങിയിട്ട് പറയാ. അല്ല, ഈ പെട്ടെന്ന് ഇതിൽ എങ്ങനെ ഇറങ്ങാൻ തോന്നി? ഞങ്ങൾ ആവേശത്തിന്റെ പുറത്തിറങ്ങിയതാണ്. ഇറങ്ങിയതാണ്. ഈ പുള്ളി എങ്ങനെ പ്രചരണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു? കൂടെ ഉണ്ടായിരുന്നു. വീട് കയറാനും സജീവമായിട്ട് നമ്മളെ പ്രവർത്തകരായിരുന്നു. നമ്മൾ പ്രചരണം വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ ആശീർവാദം കൊടുത്തിങ്ങനെ വരുന്ന സമയത്താണ് പ്രവർത്തകൻ പറഞ്ഞത് ഷാബ് കിണറ്റിന്റെ ഒന്നും നോക്കിയാൽ കിണറ്റിൽ കയറി. ഇത്ര സജീവമായിട്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ കിണറ്റിലല്ല ഇനി വേറെ എവിടെയാണെങ്കിലും അവിടെ ചെന്നിട്ട് കാണും, അഭിനന്ദിക്കും, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള അതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ക്വാളിറ്റി. കൂടെ നിൽക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ പോയി കാണും. എവിടെയാണെങ്കിലും അവിടെ പോയി കാണും. ഇപ്പൊ വിജയിച്ചല്ലോ, ഇനിയിപ്പോ ആളുകൾ ആണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും കൂടെ ഉണ്ടാവും. വോട്ടർമാരെ കൂടെ സദാസമയം ഉണ്ടാവും. എപ്പോഴും ലൈവലുണ്ടാവും. അതിപ്പോ എവിടെയാണെങ്കിലും ഇതുപോലെ അവരെ കൂടെ ഉണ്ടാവും. ഓക്കെ. എന്നാലും ഇപ്പം ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, സമൂഹങ്ങളിലൊക്കെ വൈറലായി. എന്താ തോന്നുന്നത്? വീഡിയോ ഞാൻ വൈറലാവുന്ന വിചാരിച്ച് ഇറങ്ങിയതല്ലോ, യാദർശികമായിട്ട് നമ്മൾ ഇറങ്ങിയതാണല്ലോ. അത് വൈറലായി അങ്ങനെ കത്തിപ്പൊന്നി. വീഡിയോ എടുത്ത ആളാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പ്രവർത്തകന്മാരോട് പറഞ്ഞതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഷാബുക കിണറ്റിലാണെങ്കിൽ കിണറ്റിലെത്തിയിട്ട് നന്ദി പ്രകടിപ്പിക്കല് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. എപ്പോഴും എല്ലാ സമയത്തും ഞങ്ങളുടെ ഇവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് AK അബ്ദുറഹ്മാൻ ഹാജി, ഒന്ന് നാസർ മീഞ്ചറ, ഒന്ന് ഷിയാബുക്ക. ഇവര് 3 പേരും സദാസമയം രാപ്പകലില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. റിസൾട്ട് വന്ന സമയത്ത് മൂപ്പര് ജോലിയിലായി പോയി. ജോലിയിലായി പോയി. അത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അതാണ് ഇപ്പൊ കണ്ടില്ലേ, ആഹ്ലാദം പങ്കിടാൻ പോലും സമയമില്ലാതെ ജോലിയിൽ ഏർപ്പെട്ട ആളെ ഇങ്ങോട്ട് വന്ന് അഭിനന്ദിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിന്റെ ക്വാളിറ്റി അല്ലേ. ഏതായാലും സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിനിടെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഒരു പള്ളിയുടെ കിണറാന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ജോലി തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ജോലിയിലായതുകൊണ്ട് തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ വിജയം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളെ ജോലി സ്ഥലത്ത്, അത് കിണറാണെങ്കിൽ കിണറിൽ അവിടെ ഇറങ്ങി കണ്ട് വിജയാഹ്ലാദം പങ്കിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പോൾ ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്.